ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് കുബേരൻ്റെ പുത്രന്മാരായ നളകുബേരനും അവരെ പറ്റിയാണ് പറഞ്ഞു നിർത്തിയത്. സൗന്ദര്യവും സമ്പത്തും കൊണ്ട് മതാന്ധന്മാരായി തീർന്ന അവർ മദ്യപാനം, വ്യഭിചാരം മുതലായ ദുർവൃത്തികളിൽ ഏർപ്പെട്ടു നടക്കുകയായിരുന്നു. ഒരു ദിവസം അവർ അനേക സുന്ദരിമാരും ഒരുമിച്ച് നഗ്നരായി ജലക്രീഡ ചെയ്യുകയായിരുന്നു. അപ്പോൾ നാരദ മഹർഷി അതുവഴി വരാനിടയായി. സ്ത്രീകളെല്ലാം നാരദനെ കണ്ട് ലജ്ജിച്ച് കരയ്ക്കു കയറി ഓടിയൊളിച്ചു. നളകുബേരനും മണിഗ്രീവനും യാതൊരു കുലുക്കവും ഉണ്ടായില്ല. അവരുടെ അഹങ്കാരമൊന്ന് കുറയ്ക്കണമെന്ന് നാരദൻ നിശ്ചയിച്ച് രണ്ടുപേരും 2 മരുത് വൃക്ഷങ്ങളായി തീരട്ടെ എന്ന് ശപിച്ചു. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സമ്പർക്കമുണ്ടാകുമ്പോൾ പൂർവ്വരൂപവും മുക്തിയും ലഭിക്കുമെന്ന് ശാപമോക്ഷവും കൊടുത്തു. യക്ഷകുമാരന്മാർ അഹങ്കാരമെല്ലാം നശിച്ച് ചിത്തശുദ്ധി വന്നവരായി തീരുകയും ഭഗവാനെ പ്രണമിച്ച് അവിടുത്തെ കൃപ കൊണ്ട് വിഷ്ണുപദം പ്രാപിക്കുകയും ചെയ്തു. ഇങ്ങനെ തുടരെ ഓരോരോ ആപത്തുകൾ നേരിട്ടതും അവയിൽ നിന്നെല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് കൃഷ്ണൻ രക്ഷപ്പെട്ടതും കണ്ടതുകൊണ്ട് ഗോപന്മാരുടെ ഇടയിൽ മേലിലും അനവധി ആപത്തുകൾ ഉണ്ടായേക്കുമെന്നുള്ള ഭീതി വർദ്ധിച്ചു. അമ്പാടിയിൽ തുടർന്ന് വസിക്കുന്നത് കൂടുതൽ ആപൽക്കരമായിരിക്കുമെന്ന് അവർക്ക് തോന്നി. കൂടുതൽ സുരക്ഷിതവും സുഖപ്രദവുമായ വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റാൻ എല്ലാവരും തീരുമാനിച്ചു. കെട്ടുംകിടയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയുമെല്ലാം വണ്ടികളിൽ കയറ്റി പശുക്കളെയും കിടാങ്ങളെയും ആട്ടിത്തെളിച്ചുകൊണ്ട് ആയുധപാണികളായി വാദ്യമേളങ്ങളോടുകൂടി എല്ലാവരും വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. വൃന്ദാവനത്തിൽ അവർ പുതിയ വീടുകൾ നിർമ്മിച്ച് അവിടെ താമസമുറപ്പിച്ചു. കാളിന്തി നദീതീരത്ത് അതിവിസ്തൃതമായി കിടന്നിരുന്ന മൈതാനങ്ങളിൽ ഗോപാലബാലന്മാർ പൈക്കളെ മേയ്ക്കുവാൻ കൊണ്ടുപോയിരുന്നു. രാമകൃഷ്ണന്മാർക്ക് അപ്പോഴേക്കും 5-6 വയസ്സ് പ്രായമായിരുന്നതുകൊണ്ട് അവരും പശുക്കളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെടാൻ തുടങ്ങി. എല്ലാവരും പൊതിച്ചോറും കാലിക്കോലും ഓടക്കുഴലും കളിക്കോപ്പുകളും എടുത്ത് പശുക്കളെയും കിടാങ്ങളെയും കൊണ്ട് അതിരാവിലെ പുറപ്പെടും. വൈകുന്നേരമാകുമ്പോൾ തിരിച്ചെത്തും. പശുക്കൾ മേഞ്ഞു നടക്കുന്നതിനിടയ്ക്ക് കുട്ടികൾ പലതരത്തിലുള്ള കളികളിലും വിനോദങ്ങളിലും ഏർപ്പെട്ടിരുന്നു. പലവിധത്തിലുള്ള ലീലാവിലാസങ്ങൾ കൊണ്ട് ഉണ്ണികൃഷ്ണൻ എല്ലാവരെയും ആനന്ദിപ്പിച്ചു വന്നു. ഒരിക്കൽ എല്ലാവരും പശുക്കളെ മേച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കംസൻ നിയോഗിച്ചിരുന്ന മായാവിയായിരുന്ന ഒരു രാക്ഷസൻ കൃഷ്ണനെ കൊല്ലാനായി ഒരു പശുവിൻ്റെ രൂപത്തിൽ മറ്റു പശുക്കളുടെ കൂട്ടത്തിൽ ചേർന്ന് മേഞ്ഞുകൊണ്ടിരുന്നു. കൃഷ്ണ അതിനെ തിരിച്ചറിഞ്ഞ് പതുക്കെ പതുങ്ങിച്ചെന്ന് അതിൻ്റെ വാലിലും പിൻകാലുകളിലും പിടികൂടി അതിനെ ഒരു മരത്തിലടിച്ചു കൊന്നു. ദേവകൾ അത് കണ്ട് സന്തോഷിച്ച് പുഷ്പവൃഷ്ടി ചെയ്തു. മുകളിൽ നിന്നും തുരുതുര വീഴുന്ന പുഷ്പങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ട ഗോപാലബാലന്മാർ അതെന്താണെന്ന് കൃഷ്ണനോട് ചോദിച്ചു. അടിയുടെ ശക്തി കൊണ്ട് മരം കുലുങ്ങി പൂക്കൾ വീണതാണെന്ന് കൃഷ്ണൻ തമാശ പറഞ്ഞു. അടിയേറ്റ പശു ഒരു രാക്ഷസരൂപം കൊണ്ട് ചത്തുവീണതും പുഷ്പവർഷവുമെല്ലാം കണ്ട് കൂട്ടുകാർ ഉണ്ണിക്കണ്ണൻ്റെ അമാനുഷ്യ പ്രഭാവത്തെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. പിന്നീട് ഒരു ദിവസം കംസൻ നിയോഗിച്ചത് പൂതനയുടെ സഹോദരനായ ഒരു അസുരനെയാണ്. അവൻ ഒരു ഭയങ്കര ഭഗത്തിൻ്റെ രൂപത്തിൽ കാളിന്തി തീരത്ത് ഗോപകുമാരന്മാർ സാധാരണ സഞ്ചരിക്കാറുള്ള വഴിയിൽ നിന്ന് വായും പിളർന്നു കിടന്നു. അതിനെ കണ്ട് ഗോപകുമാരന്മാരെല്ലാം ഭയന്ന് വിറച്ച് കൃഷ്ണ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞു തുടങ്ങി. കൃഷ്ണൻ അവരെയെല്ലാം രാമൻ്റെ സംരക്ഷണത്തിൽ ഒരിടത്ത് നിർത്തിയിട്ട് നേരെ ബഗൻ്റെ നേർക്കടുത്തു. ബഗം പെട്ടെന്ന് കൊക്ക് പിളർന്ന് കൃഷ്ണനെ കൊക്കിനകത്താക്കി കളഞ്ഞു. അത് കണ്ട് ഗോപാലബാലന്മാരെല്ലാം ഉറക്കെ വാവിട്ട് കരഞ്ഞു. അത്ഭുതം! ഭഗവാന്റെ അത്യുജ്വലമായ വൈഷ്ണവ തേജസ് കൊണ്ട് ബഗത്തിൻ്റെ തൊണ്ട മുഴുവൻ ദഹിക്കുകയും മരണപരാക്രമത്തിൽ അത് കൃഷ്ണനെ പുറത്തേക്ക് ഛർദ്ദിക്കുകയും ചെയ്തു. ബഗം ചത്തു മലച്ചത് കണ്ടപ്പോൾ ഗോപബാലന്മാർ അത്ഭുതത്തോടും ആശ്വാസത്തോടും കൂടി ചെന്ന് കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു. മറ്റൊരു ദിവസം അവർക്ക് നേരിടേണ്ടി വന്നത് ഒരു പെരുമ്പാമ്പിൽ നിന്നായിരുന്നു. പൂതനയുടെ മറ്റൊരു സഹോദരനായ അകാസുരൻ ഒരു പെരുമ്പാമ്പായി ഗോപകുമാരന്മാർ പശുക്കളെ തെളിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ വായും പിളർന്നു കിടന്നു. അതുവഴി ആദ്യം വന്നവരെല്ലാം പാമ്പിൻ്റെ വായ്ക്കകത്തായി കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ പാമ്പ് വായ അടച്ചു കളഞ്ഞു. കൃഷ്ണന് കാര്യം മനസ്സിലായി. പാമ്പിൻ്റെ വായ്ക്കകത്താക്കപ്പെട്ട കൃഷ്ണൻ സ്വന്തം ശരീരം വലുതാക്കി പാമ്പിനെ ശ്വാസം മുട്ടിച്ച് അതിൻ്റെ ശരീരം പിളർത്തി കൊന്നുകളഞ്ഞു. പിളർപ്പിൽ കൂടി എല്ലാവരും വെളിയിൽ വന്നു. ഈ വാർത്ത കേട്ട് ഗോകുലവാസികളെല്ലാം ആശ്ചര്യപ്പെട്ടു. അടുത്ത ദിവസം ധാരാളം പുല്ലുള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് എല്ലാവരും പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോയത്.
ഉച്ചയായപ്പോൾ അവർ കൊണ്ടുവന്നിരുന്ന പൊതിച്ചോറെടുത്ത് എല്ലാവരും ഉണ്ണാനിരുന്നു. ഉണ്ടുകൊണ്ടിരിക്കുമ്പോഴും നല്ലപോലെ കാണത്തക്ക വിധം അടുത്തുള്ള വൃക്ഷത്തണലിലായിരുന്നു കാലികളെ വിശ്രമിക്കാനാക്കിയിരുന്നത്. ഊണിനിടയ്ക്ക് ഉണ്ണിക്കണ്ണൻ ഓരോരോ തമാശകൾ പറഞ്ഞും കാണിച്ചും കൂട്ടുകാരെ രസിപ്പിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ബ്രഹ്മാവിനൊരു കുസൃതി തോന്നി. മായാവിയായ കണ്ണൻ പല അത്ഭുത കൃത്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, തനിക്കും കൃഷ്ണനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് ബ്രഹ്മാവ് തീരുമാനിച്ചു. ബ്രഹ്മാവ് കാലിക്കൂട്ടത്തെ മുഴുവനും ഒറ്റയടിക്ക് മറച്ചു കളഞ്ഞു. ഉണ്ണികൃഷ്ണൻ്റെ നേരം പോക്കുകളും തമാശകളും കണ്ടും കേട്ടും ചിരിച്ചും മണ്ണ് കപ്പിയിരുന്ന ഗോപകുമാരന്മാർ അല്പനേരത്തേക്ക് പശുക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ അവസരത്തിലാണ് ബ്രഹ്മാവ് കാലിക്കൂട്ടത്തെ അപ്രത്യക്ഷമാക്കിയത്. ഗോപാലബാലന്മാർ നോക്കുമ്പോൾ പശുക്കളെ കാണുന്നില്ല. ഒരു നിമിഷം മുമ്പ് വരെ അവിടെയുണ്ടായിരുന്ന പശുക്കൾ ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായതെങ്ങനെ എന്നവർ അത്ഭുതപ്പെടുകയും പരിഭ്രമിക്കുകയും ചെയ്തു. കൃഷ്ണൻ എല്ലാവരെയും സമാശ്വസിപ്പിച്ചു. എല്ലാവരും അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കൊള്ളുവാനും താൻ തനിയെ പോയി പശുക്കളെ തേടിപ്പിടിച്ചു കൊണ്ടുവന്നു കൊള്ളാമെന്നും പറഞ്ഞ് കാലിക്കോലും ഓടക്കുഴലും കഷത്തിലിറുക്കി ഇടത്തെ കയ്യിലെടുത്ത ഇലപ്പൊതിയിൽ നിന്നും വലത്തെ കൈകൊണ്ട് ഭക്ഷണപദാർത്ഥങ്ങൾ എടുത്ത് കഴിച്ചുകൊണ്ടും കൊച്ചു പീതാംബരം കഴുത്തിൽ ചുറ്റി ഇട്ടുകൊണ്ടും കാർമുകിൽ വർണ്ണൻ പശുക്കളെ തേടി പുറപ്പെട്ടു. പല സ്ഥലത്തും അന്വേഷിച്ചിട്ടും കണ്ടില്ല. ഒടുവിൽ ഇച്ഛാഭംഗത്തോടുകൂടി ഭക്ഷണം കഴിക്കാനെന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങി. അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരെയും കാണുന്നില്ല. സ്വന്തം ജ്യേഷ്ഠനായ ബലഭദ്രൻ പോലും. എല്ലാവരെയും പ്രത്യേകം ഉറക്കെ പേര് പറഞ്ഞു വിളിച്ചുകൊണ്ട് കൃഷ്ണൻ ആ പ്രദേശങ്ങളിൽ ഉഴറി നടന്നു. ആരെയും കാണുന്നില്ല. നേരവും സന്ധ്യാവാറായി. ഗോപകവാടത്തിലേക്ക് കുറേയധികം ദൂരം നടക്കണം. പശുക്കളെയും കൂട്ടുകാരെയും കൂടാതെ എങ്ങനെ മടങ്ങിപ്പോകും? വിജനമായ വനപ്രദേശത്ത് ഈ പരിതസ്ഥിതിയിൽ അകപ്പെട്ടു പോയ 5-6 വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചു ബാലൻ്റെ നിസ്സഹായ അവസ്ഥ എത്ര ദയനീയമായിരുന്നു എന്ന് ആലോചിച്ചു നോക്കുക. എന്നാൽ കണ്ണൻ ഉണ്ണി അശേഷം കുലുങ്ങിയില്ല. എന്താണ് ഇതിനുള്ള കാരണമെന്ന് അവൻ ചുഴിഞ്ഞാലോചിച്ചു നോക്കി. എല്ലാം കൃഷ്ണന് വ്യക്തമായി. ബ്രഹ്മാവ് തന്നെ പരീക്ഷിക്കാനെടുത്ത വിദ്യയാണിതെന്ന് അവന് ബോധ്യമായി. എത്ര പശുക്കളെയും പശുക്കുട്ടികളെയും ഗോപബാലന്മാരെയും ബ്രഹ്മാവ് മറച്ചുവോ അത്രയും എണ്ണത്തെ രൂപത്തിനോ ഭാവത്തിനോ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത വിധത്തിൽ ഭഗവാൻ അവിടുത്തെ മായ കൊണ്ട് സൃഷ്ടിച്ചു. അവരവരുടെ പശുക്കളെയും കിടാങ്ങളെയും തെളിച്ചുകൊണ്ട് എല്ലാവരും ഗോകുലത്തിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം പതിവ് പോലെ പശുക്കളെ മേയ്ക്കാനും കൊണ്ടുപോയി. ഈ മായിക വിനോദം 1 കൊല്ലം തുടർന്നു. ആർക്കും യാതൊരു വിധമായ സംശയവും ഉണ്ടായില്ല. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ബ്രഹ്മാവ് മറയ്ക്കപ്പെട്ട ഗോവൃന്ദത്തെയും ഗോപാലന്മാരെയും വീണ്ടും പ്രദർശിപ്പിച്ചു. എന്തൊരു അത്ഭുതം! ഭഗവാൻ ഒഴികെ ബാക്കിയെല്ലാം ജോഡികൾ. എല്ലാം തമ്മിൽ കൂട്ടിക്കലർന്നു. എല്ലാവർക്കും ഗോക്കൾക്കും വത്സങ്ങൾക്കും ഗോപബാലന്മാർക്കും ബലരാമനും ബ്രഹ്മാവിന് പോലും വലിയ വിഭ്രമം പിടിപെട്ടു. ആ ഇരട്ടിപ്പുകളിൽ തൻ്റെ സൃഷ്ടി ഏത് ഭഗവാന്റെ സൃഷ്ടി എന്നറിയാൻ കഴിയാതെ ബ്രഹ്മാവ് കുഴങ്ങി. അഹന്തയെല്ലാം നശിച്ചു. എല്ലാം വേർതിരിച്ച് കാണിക്കണേ എന്ന് ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അത്ഭുതം! വീണ്ടും നോക്കിയപ്പോൾ ഭഗവത് സൃഷ്ടികളെല്ലാം കൃഷ്ണരൂപാങ്കിതമായി ബ്രഹ്മാവ് കണ്ടു. ഭഗവാന്റെ മായയുടെ മുമ്പിൽ ബ്രഹ്മാവ് തലകുനിക്കുകയും മാപ്പു ചോദിക്കുകയും ചെയ്തു. 2 പേരും അവരവരുടെ മായിക വിനോദം അവസാനിപ്പിച്ചു. 1 വർഷത്തിനു മുമ്പ് ആ പഴയ സ്ഥാനത്ത് ഗോവൃന്ദം പുല്ല് മേഞ്ഞുകൊണ്ട് നിൽക്കുകയും ഗോപകുമാരന്മാർ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ആ രംഗം വീണ്ടും ദൃശ്യമായി.